ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അറിയും പ്രകാരമേ ലഭിക്കൂ, അല്ലാതെ ലഭിക്കുന്ന വിഷയം ഒരു സംവിധാനത്തിലും ഇല്ല എന്നതാണ് അതിൻ്റെ മർമ്മം. 3 ചോദ്യങ്ങൾ. 1, യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? 2, അതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? മനുഷ്യാവതാര ഉദ്ദേശം എത്രത്തോളം? ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നതാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഒരടിസ്ഥാനം. യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ഭൂമിയിലേക്ക് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? യേശു കാൽവരി മരിച്ചു എന്നുള്ള സത്യമാണെങ്കിലും മരിച്ചത് കൊണ്ട് എന്തൊക്കെയാണ് നടന്നത്? മനുഷ്യാവതാര ഉദ്ദേശം എത്രത്തോളം ഉണ്ട്? ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്നത്തെ അവസ്ഥയിൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ മനുഷ്യാവതാര ഉദ്ദേശത്തെ, അതിൻ്റെ യഥാർത്ഥ രൂപം ജനത്തിൻ്റെ മുമ്പിൽ വരച്ച് കാട്ടുന്ന കാര്യത്തിൽ ശുശ്രൂഷകരെന്ന് അല്ലെങ്കിൽ വിശ്വസ്തരെന്ന് അറിഞ്ഞ് ദൈവം ഇത് ഏൽപ്പിച്ചു കൊടുത്തവർ അവനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ജനത്തിൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്നതിൽ തികഞ്ഞും വീണുപോയി എന്നതാണ് ഇന്നത്തെ വിശ്വാസകോളത്തിലെ പ്രശ്നം. എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വചനഭാഗം എടുത്തിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഒന്ന് ചാടിച്ച് തുള്ളിച്ച് വിടുമ്പോൾ ഇതെല്ലാം ഇവർക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചാൽ സത്യത്തിലെല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയത്തില്ലെന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. ജനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അങ്ങനെയാണ്. എല്ലാം അറിയാവുമെന്ന് ചോദിച്ചാൽ എല്ലാം അറിയാം. ഒരു വചനഭാഗം എടുത്തിട്ട് ആ ഭാഗം വെച്ച് തുള്ളിച്ച് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സഭയിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ആഴങ്ങളും ഒക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവത്തെ എങ്ങനെ അറിയുന്നുവോ ആ അറിവിൽ മാത്രമേ കൃപയും സമാധാനവും വർദ്ധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു വചനം വായിച്ചേ, 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങൾ തന്നെ ഈ വചനം ഒന്ന് വളരെ ആഴമായിട്ട് പോയിരുന്നു വായിച്ചോ. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ, പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. അതായത് ദൈവത്തെയും കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ അറിവിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ. അപ്പോൾ വചനത്തെക്കുറിച്ച്, വചനത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള പരിജ്ഞാനമുള്ളവന് മാത്രമേ ഇതിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധിയായി ലഭിക്കുകയുള്ളൂ. അല്ലാത്തവന് വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയായി. എങ്ങനെ വിശ്വാസിയായി? മുങ്ങി. ആര് മുക്കി? ഇന്ന പാസ്റ്റർ മുക്കിയിട്ടോ? ഞാൻ സഭയിലുണ്ടോ? എന്നിട്ടോ? ഞാനിങ്ങനെ പാസ്റ്റർമാരുടെ പുറകെ നടക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അതിൻ്റെ ഒരു വീതം കൊണ്ട് കൊടുക്കുന്നു. ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാനൊരു ഉദ്യോഗസ്ഥനെ വെച്ചിരിക്കുന്നു, ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിക്കുന്നു, ഉദ്യോഗസ്ഥന് ഞാൻ ഫുഡ് കൊടുക്കുന്നു, ഉദ്യോഗസ്ഥന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കപ്പയിറച്ചിയും കൊടുക്കുന്നു, ഫീസ് കൊടുക്കുന്നു, ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. എൻ്റെ ജീവിതം എല്ലാ കാലവും ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇത് ഒത്തിരി കാലം മുന്നോട്ട് ദൈവം വിടുകയില്ല. കേരളത്തിലെ വിശ്വാസികളിൽ ഒരു 75% ഇങ്ങനത്തെ ആളുകളായി മാറി. നേതാക്കന്മാരെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വെച്ചിരിക്കുക പ്രാർത്ഥിപ്പിക്കാൻ. അങ്ങനെ വന്നാൽ നന്നാവുകയില്ല. കൃപയും സമാധാനവും സമൃദ്ധമായിട്ട് ലഭിക്കണമെങ്കിൽ ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ അത് പരിജ്ഞാനത്തിൽ കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കൂടി വരണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് പരിജ്ഞാനത്തിലെത്തണം. കർത്താവിനെ ജനങ്ങൾ എപ്രകാരം അറിയുന്നുവോ, അഥവാ ശുശ്രൂഷകൻ യേശുവിനെ ജനത്തിന് എപ്രകാരം വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ, അവൻ എന്ന് പറഞ്ഞാൽ യേശു, അപ്രകാരം മാത്രമേ ജനത്തിൽ ക്രിയ ചെയ്യുന്നുള്ളൂ. ജനത്തിന് ഇത് യേശുവിനെ അറിയാത്ത ഒരുത്തൻ്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി ചുമ്മാ ക്രിയ ചെയ്യുന്നില്ല. എത്രത്തോളം അറിയുന്നു അതുപോലെ അവൻ ക്രിയ ചെയ്യുന്നത്. അപ്പോൾ വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാകണമെങ്കിൽ, ആത്മീയവും ഭൗതികവുമായ മേഖലയിൽ ഉണ്ടാകണമെങ്കിൽ അവനെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ഉണ്ടാവണം. നാം ആത്മാർത്ഥമായി ദൈവത്തെ അറിയണം. ഈ പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകം എടുത്തേ, 1 ശമൂവേൽ
1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ ഒന്ന് നോക്കിക്കേ. പെട്ടെന്ന് വായിച്ചു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. യഹോവ അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തരും ജയിക്കുകയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പ് ഉയർത്തുന്നു. അതായത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഹന്നായ്ക്ക് യഹോവയെക്കുറിച്ചുള്ള അറിവാണിത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ ചോദിക്കും, എന്തിനാ പഴയ നിയമത്തിലോട്ട് പോകുന്നു, നമ്മൾ പുതിയ നിയമ വിശ്വാസികളല്ലേ, എന്തിനാ നമ്മൾ ഹന്നയെ നോക്കണം, ഹന്ന പഴയ നിയമമല്ലേ, നമ്മുടെ കഷ്ടവും പ്രയാസവും ഒക്കെ നോക്കി ഇങ്ങനെ വിളിച്ച് കൂവി അങ്ങ് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതെഴുതുന്നത്. അപ്പോൾ കഷ്ടത വിശ്വാസ ലോകത്തുണ്ടെന്ന് പഠിച്ചും അതുകൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഇത് എഴുതുന്നത്. ഹന്നയെ നോക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഹെബ്രായ ലേഖനം 12:1 വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികൾ ഓടിയവർ അവരുടെ വലിയൊരു കൂട്ടത്തെ വെച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനം എന്ന പുതിയ നിയമമാണ് പറഞ്ഞിരിക്കുന്നത് അവരെ നോക്കാൻ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ ദാരിദ്ര്യവും കഷ്ടതയും ഞെരുക്കവും എന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്, എത്ര ശുശ്രൂഷകന്മാരുണ്ട്? ഒരുത്തരും ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കുഴയുന്നത് കൊണ്ട് അതങ്ങോട്ട് തന്നെയും പിന്നെയും പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ജോബിൻ്റെ ജീവിതത്തിൽ ഒരു നിശ്ചിത സമയം വരെ ഉള്ളായിരുന്നു, അതിന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടായിരുന്നു, ഒരു നിശ്ചിത സമയം മാത്രമേ ഉള്ളായിരുന്നു, അതിനൊക്കെ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ, പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനെ അങ്ങനെ ഒരു സ്പെഷ്യൽ വിളിക്ക് വേണ്ടി അയാളെ വിളിച്ചിറക്കിക്കൊണ്ട് മാത്രമാണ് അയാളുടെ ജീവിതത്തിലുള്ളത്. പൗലോസിൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പൗലോസ് ദൈവത്തിൻ്റെ വചന പുസ്തകത്തിൽ ദൈവവചനത്തിനകത്ത് എത്ര ലേഖനങ്ങൾ എഴുതാൻ ദൈവം പരിശുദ്ധാത്മാവ് അയാളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എഴുതിയ വല്ല ലേഖനവും ഇതിനകത്തുണ്ടോ? ഇനി നിങ്ങളുടെ ശുശ്രൂഷകൻ എഴുതിയത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതും ഇതും രണ്ട് കാര്യമാണ്. എങ്ങനെ കർത്താവിനെ അറിയുന്നുവോ? ഹന്നെ അറിഞ്ഞു. അവൾ പറയുക ദാരിദ്ര്യവും സമ്പന്നതയും നൽകുന്നത് യഹോവ തന്നെ, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, മുട്ടുള്ളവനെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അവിടുന്ന് അവരെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നു, മഹിമാസനങ്ങൾക്ക് അവരെ അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ യഹോവയ്ക്കുള്ളതാണ്, അവയുടെ മേൽ അവിടുന്ന് ഭൂതലത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായി ഹന്നയ്ക്ക് അറിയായിരുന്നു. പക്ഷെ അവൾ മച്ചിയായിരുന്നു ആ കാലത്ത്. പക്ഷേ അങ്ങനെയാണ് അവൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവൾക്ക് അവളുടെ ദൈവം ആരായിരുന്നു അറിയായിരുന്നു. ഇന്നത്തെ വിശ്വാസിക്ക് അങ്ങനെ അറിയത്തില്ലെന്നുള്ളതാണ് പ്രശ്നം. വിശ്വാസി ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞാലേ അതിന് പ്രകാരമേ ലഭിക്കൂ എന്നാണ് നമ്മളിപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചത്. 2 പത്രോസ് 1:2 പറയുന്നു, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് എഴുതിയപ്പോൾ സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നു, സമൃദ്ധമായി വർദ്ധിച്ചു വരട്ടെ. പക്ഷെ അറിവില്ലെങ്കിൽ എങ്ങനെ വർദ്ധിച്ചു വരും?
അവിടെ ഇവിടെയും പോയിരുന്ന പ്രസംഗത്തിൻ്റെ അവിടെ ഇവിടെ അറ്റം മൂലം കേട്ടിട്ട് പോയെന്നാൽ പോരാ. അവരവരുടെ സൗകര്യം പോലെ അവരത് അവിടുന്ന് ഇവിടുന്ന് ഇച്ചിരിച്ചൊക്കെ എടുക്കും അതിൻ്റെ ഉദ്ദേശം അനുസരിച്ച്. ഈ മാസത്തെ ശമ്പളം കെട്ടിടം പണിക്ക് ഇടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ പോക്കറ്റുള്ളവനെ വിളിച്ചുകൊണ്ട് വരും. ഇവിടെ പോക്കറ്റ്, ഇവിടെ പോക്കറ്റ്, ഇവിടെ പോക്കറ്റ്, അവിടെ പോക്കറ്റ്, ഇവിടെ 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 പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടില്ലേ, യൂട്യൂബിൽ കിടപ്പുണ്ട് അങ്ങനെ. അതായത് എന്തേരം കൊടുത്താലും പിടിക്കാനുള്ള പോക്കറ്റ് ഉണ്ടെന്ന്. ഇതൊന്നും ആദ്യകാലത്ത് ഇവരൊന്നും ഇങ്ങനെ പോക്കറ്റുമായിട്ട് നടക്കുന്നവരല്ലായിരുന്നു. അപ്പസ്തോലന്മാർക്ക് അവിടെ എവിടെയല്ല ഇത്രമാത്രം പോക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുന്നോ? ഈ പാൻറ്റിൻ്റെയും ഷർട്ടിനും പോക്കറ്റ് പിടിപ്പിക്കുന്നതിന് എളുപ്പമാണ് ലോഹയ്ക്കകത്ത് പോക്കറ്റ് പിടിപ്പിക്കാൻ. പക്ഷേ യേശു കൊടുത്തു വിട്ടത് പരിശുദ്ധാത്മാവിനെയാണ്, പോക്കറ്റല്ല. ഇന്നത്തെ അലവലാദികളായി പോക്കറ്റുമായിട്ട് നടക്കുന്നത്. അപ്പോൾ വിശ്വാസി പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിനകത്ത് വളർന്നു വരണം. ദൈവവചനത്തിൽ അറിയും പ്രകാരമേ ദൈവം തരികയുള്ളൂ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, കർത്താവെ, ഈ ജനം ഇങ്ങനെ പോയി ഇരുന്ന് കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ചില്ലിക്കാശ് കൊണ്ട് കൊടുത്ത് കർത്താവെ ഈ ജനം നശിച്ചു പോകാതെ അവർ വചനത്തിൽ വളർന്നു വന്ന് കർത്താവിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ സത്യസന്ധമായ ഒരു കൂട്ടായ്മ ദേശത്തെഴുതേക്കുവാൻ ദൈവം സഹായിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു പോകുവാൻ കർത്താവെ അങ്ങയുടെ മക്കൾ കടന്നു പോകുവാൻ ഇതുങ്ങൾ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസാന ദിവസം വരെ കേൾവിക്കാരായി, ദാരിദ്ര്യക്കാരായി, കഷ്ടതക്കാരായി, പ്രയാസക്കാരായി ഇരിക്കാതെ യോഗ്യമായി എഴുന്നേക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.